പൂച്ചകളെ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് അല്ലേ? വെറുതെ തിന്നും ഉറങ്ങിയും ഇടയ്ക്ക് നമ്മളെ ഒന്ന് വന്ന് നോക്കി മ്യാവ് ഒന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വിരുദ്ധന്മാർക്ക് ഒരു സർക്കാർ ജോലി കിട്ടിയാൽ എങ്ങനെയിരിക്കും? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു രാജ്യം മുഴുവൻ കത്തുകൾ എത്തിക്കാൻ പൂച്ചകളെ പോസ്റ്റ്മാൻമാരായി നിയമിച്ച ഒരു വിചിത്രമായ കഥ. നമുക്ക് 1870കളിലെ ബെൽജിയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. വർത്തമാനങ്ങൾ കൈമാറാൻ ഇന്നത്തെ പോലെ വാട്സപ്പോ ഇമെയിലോ ഇല്ലായിരുന്ന 19ാം നൂറ്റാണ്ടാണ് കാലം. ദൂരെ സ്ഥലങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ അന്ന് പ്രാവുകളെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. പ്രാവുകൾക്ക് വഴി തെറ്റാതെ കത്തുകൾ എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഈ പ്രാവുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആകാശത്തുകൂടി പറക്കുമ്പോൾ പരുന്തുകളോ മറ്റ് പക്ഷികളോ ഇവയെ പിടികൂടും, അല്ലെങ്കിൽ വേട്ടക്കാരുടെ വെടിയേറ്റ് ഇവ വീഴും. അങ്ങനെയാണ് ബെൽജിയത്തിലെ ലീജ് സൊസൈറ്റി ഫോർ ദി എലവേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് കാറ്റ് എന്ന സംഘടന ഭാരവാഹികൾക്ക് ഒരു ബുദ്ധി തോന്നിയത്. പ്രാവുകൾക്ക് പകരം നമുക്ക് എന്തുകൊണ്ട് പൂച്ചകളെ ഉപയോഗിച്ചുകൂടാ? പൂച്ചകൾക്ക് എത്ര ദൂരം കൊണ്ടുവിട്ടാലും സ്വന്തം വീട്ടിലേക്ക് വഴി കണ്ടെത്തി തിരിച്ചെത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കഴിവ് മുതലെടുക്കാനായിരുന്നു പരീക്ഷണം. 1876-ൽ ബെൽജിയത്തിലെ ലീജ് നഗരത്തിൽ ഇതിനായി ഒരു ഔദ്യോഗിക പരീക്ഷണം ആരംഭിച്ചു. ഇതിനായി തിരഞ്ഞെടുത്തത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 37 പൂച്ചകളെയായിരുന്നു. ചെറിയ വാട്ടർ പ്രൂഫ് ബാഗുകളിൽ കത്തുകൾ നിറച്ച് ഈ പൂച്ചകളുടെ കഴുത്തിൽ സുരക്ഷിതമായി കെട്ടിവെച്ചു. എന്നിട്ട് ഇവയെ സ്വന്തം വീടുകളിൽ നിന്നും മൈലുകൾ അകലെയുള്ള നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി വിട്ടു. ഇതൊരു വലിയ വിജയമായാൽ രാജ്യത്തെ തപാൽ സംവിധാനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാമെന്നായിരുന്നു അധികൃതരുടെ കണക്കുകൂട്ടൽ. സംഭവം വലിയ ചർച്ചയായി മാറി. ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇവിടെയാണ് തുടങ്ങുന്നത്. എന്നാൽ കത്തുകളുമായി പോയ പൂച്ചപ്പടയ്ക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാമായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അവരത് അവരുടേതായ സ്പീഡിൽ മാത്രമേ ചെയ്യൂ എന്ന് മാത്രം. വിട്ടയച്ച 37 പൂച്ചകളിൽ ഒരേ ഒരു പൂച്ച മാത്രമാണ് കൃത്യസമയത്ത്, അതായത് വിട്ടയച്ച 5 മണിക്കൂറിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ബാക്കി പൂച്ചകളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് നോക്കാം. ചില പൂച്ചകൾ വഴിയിലെ എലികളെ പിടിച്ചു നടന്നു, ചിലർ മറ്റു പൂച്ചകളുമായി വഴക്കിട്ടു. ഭൂരിഭാഗം പേരും വഴിയിൽ എവിടെയോ സുഖമായി കിടന്നുറങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞാണ് പല പൂച്ചകളും കത്തുകളുമായി വീട്ടിൽ തിരിച്ചെത്തിയത്. ചില കത്തുകൾ പൂച്ചകൾ ചെളിയിൽ കളഞ്ഞ് നശിപ്പിക്കുകയും ചെയ്തു. പൂച്ചകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയ സർക്കാരിന് കാര്യം മനസ്സിലായി. ഇവന്മാരെ വിശ്വസിച്ച് ഈ പണി ഏൽപ്പിക്കാൻ കൊള്ളില്ല. കത്തുകൾ കൃത്യസമയത്ത് എത്തിക്കുക എന്നത് പൂച്ചകളുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത കാര്യമായിരുന്നു. അങ്ങനെ ബെൽജിയം ഗവൺമെന്റ് ആ ഔദ്യോഗിക ക്യാറ്റ് പോസ്റ്റൽ സർവീസ് പദ്ധതി എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചരിത്രത്തിലെ ഏറ്റവും രസകരവും വിചിത്രവുമായ ഒരു പരീക്ഷണമായി ഇത് ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. പൂച്ചകൾ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, പട്ടികളിൽ നിന്നും വ്യത്യസ്തമായി പൂച്ചകളെ നമ്മൾ ഒരിക്കലും ഒരു ജോലിയും വിശ്വസിച്ച് ഏൽപ്പിക്കാറില്ലെന്ന് മാത്രം.